അമേരിക്ക ഇപ്പോൾ ആരുടെയൊക്കെയോ സഹായത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ചെയ്ത് തുടങ്ങിപ്പോയി. കൂടെയുള്ള ആളാണെങ്കിൽ മണ്ണൂരിലെത്തുകയും ചെയ്ത് കൊന്ന് കൊഴിച്ചു മൂടുകയും ചെയ്തു. ഇനി ആരോടത് പറയുക? അവസാനമായി നാറ്റോ സഖ്യത്തിനെ തന്നെ പരിഗണിക്കാമെന്നുള്ള നിലക്ക് ആദ്യമായി നാറ്റോ സഖ്യത്തിനോട് ഒരൊറ്റ കാര്യം പറഞ്ഞു. എല്ലാ ആളുകളും പ്രതീക്ഷിക്കുന്നത് പോലെ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ഭാവി നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ നാവികസേനയെ ഈ ഹോർമുസ് കടലിലേക്ക് നമ്മളെ സുരക്ഷിതമായിട്ടുള്ള എണ്ണ നീക്കത്തിന് വേണ്ടി പറഞ്ഞുവിടേണ്ടതുണ്ട്. എല്ലാ നാറ്റോ സഖ്യ അംഗമായിട്ടുള്ള എല്ലാ രാജ്യവും ഉടനെ തന്നെ അതിനാവശ്യമായത് ചെയ്തു തരണം എന്ന് ട്രംപ് അങ്ങ് പറഞ്ഞപ്പോൾ ട്രംപ് മനസ്സിലാക്കിയത് നേരത്തെയുള്ള ഒരു ബലവും അതേപോലെ പ്രൗഢിയൊക്കെ അമേരിക്കയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ പ്രൗഢിയും വിലയും ഇല്ല എന്നുള്ളത് ഇത് പറഞ്ഞതിന് ശേഷമാണ് ട്രംപിന് പോലും മനസ്സിലായത്. ട്രംപിനോട് ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് മഹാ അബദ്ധമാണ്, അപകടമാണ്. നിങ്ങൾ ആദ്യം ആ രാജ്യത്ത് കൊണ്ടുവന്നത് ഒരു ചർച്ചയിലേക്കാണ്. ചർച്ചയുടെ ഏറെക്കുറെ ഭാഗത്തേക്ക് ഇറാൻ ഗവൺമെൻറ് വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് കരുതിയത്. പക്ഷേ ആ വരുന്ന രീതിയിൽ തന്നെ അവസാന വട്ട ചർച്ചയുടെ ഭാഗമായിട്ട് നാളെ എന്ന ഒരു ദിവസം ബാക്കിയിരിക്കുകയാണ് പാവപ്പെട്ട പെൺകുട്ടികളെ 6ഉം 12ഉം ഇടയിൽ വയസ്സുള്ള ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികളെ നിങ്ങൾ കൊന്നുകളഞ്ഞത്. അതുകൊണ്ട് തന്നെ ലോകം നിങ്ങൾക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ ഭാഗത്ത് ഞങ്ങൾ സംസാരിക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തരുമ്പോൾ ഞങ്ങളുടെ രാജ്യവും ഒരുപക്ഷെ ആഭ്യന്തര ലഹള പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞങ്ങൾക്ക് മനസ്സില്ല. നിങ്ങൾ ചർച്ചയിൽ ഇസ്രായേലിന് പങ്കുചേർക്കുന്നതിനോടൊപ്പം നാറ്റോ സഖ്യത്തിൽ ഞങ്ങളും കൂടി പങ്കുചേർക്കേണ്ടിയിരുന്നു. അതില്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇപ്പം ഞങ്ങൾക്ക് മനസ്സില്ല. നിങ്ങൾ ഹോർമുസ് കടലെടുക്കും, അതേപോലെ റെഡ് സീയും എന്താണെന്ന് ചെയ്തോളൂ. ഞങ്ങളെ ഒന്ന് പരിഗണിച്ചാണ് ഈ ചർച്ച മുന്നോട്ട് പോയിട്ട് ആ കാര്യങ്ങളൊക്കെ വരുത്തിയതെങ്കിൽ ഞങ്ങളും കൂടി കുറേ കൂടുതൽ നിങ്ങളുമായിട്ട് അടുത്ത് സഹകരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. ഇപ്പം എല്ലാം കൊണ്ട് പെട്ടുകിടക്കുകയാണെന്ന് അമേരിക്ക നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങളുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ അതങ്ങനെ തന്നെയാണ് വ്യക്തമാക്കി ഞങ്ങളെ മനസ്സിലാക്കി തരികയും ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ട് എന്നുള്ളിടത്ത് എത്തിയപ്പോൾ മാത്രമാണ് ഞങ്ങളെ പരിഗണിച്ചത്. അതുകൊണ്ട് ജർമ്മനി എന്നുള്ള രാജ്യത്തിന് തൽക്കാലം അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ബ്രിട്ടനാണ്. ബ്രിട്ടൻ്റെ കാര്യം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ഒരു വേള യുദ്ധത്തിന് ഞങ്ങളും അണിനിരക്കുന്നു എന്ന് പറഞ്ഞപ്പം സൈപ്രസിലെ ആ വലിയ ബ്രിട്ടൻ്റെ പട്ടാള ക്യാമ്പിന് നേരെ ഇറാൻ ഭരണകൂടം ഹോർമസ് IRGC വലിയ രൂപത്തിലുള്ള മിസൈലാക്രമണം നടത്തുകയും സൈപ്രസിലെ ആ വലിയ സംവിധാനങ്ങളൊക്കെ തകർക്കപ്പെടുകയും ചെയ്തപ്പം പിറ്റേ ദിവസം തന്നെ പാർലമെൻറ്റ് ചേർന്നുകൊണ്ട് പറഞ്ഞു, രാജ്യ താല്പര്യങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ മുൻതൂക്കം കൊടുക്കുന്നത്. ഒരിക്കലും അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ വേണ്ടി ഇപ്പം ശ്രമിക്കേണ്ടതില്ല. കാരണം അവർ വലിയ രൂപത്തിൽ ഒരു വഞ്ചനാപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയും രക്തക്കറ പുരണ്ടിട്ടുള്ള കൈകളാണ് ഇപ്പോൾ ആ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നതും ലക്ഷ്യം മാത്രമായിട്ട് ഒന്നും അവർക്ക് എടുത്തു കാണിക്കാനില്ലതാനും. അഥവാ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ലക്ഷ്യമെന്ന സംഗതി അവർക്കില്ല. അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ തൽക്കാലം മിണ്ടാതിരിക്കുകയാണ് വേണ്ടത് എന്നും പറഞ്ഞിട്ട് ബ്രിട്ടൻ്റെ പാർലമെൻറ്റിലെ കാര്യം ബില്ലാക്കി പാസ്സാക്കുകയും ചെയ്തു. ഇപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഷാബടുന്നൊരു വാക്കാണ്. അമേരിക്കൻ ട്രംപ് പറയുന്നതാണ്, നാറ്റോ സഖ്യത്തിലുള്ള ആളുകൾ ഞങ്ങൾ ആവശ്യഘട്ടത്തിൽ പങ്കെടുക്കാതിരിക്കുകയും സഹകരിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഭാവി കറുത്തിരുണ്ടു പോകും. ശാപടുന്ന രംഗമാണ് എന്ന് പറഞ്ഞാൽ ഞാനോ പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഒന്ന് കൈപിടിച്ച് തിരിച്ചൊന്ന് വലിക്കാൻ നിങ്ങളോട് കെഞ്ചി പറയുമ്പോൾ നിങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇരിക്കുകയാണല്ലേ. മറ്റേ ഒരു കാര്യം കൂടി നാറ്റോ സഖ്യത്തിലെ ആളുകൾ പറയുന്നുണ്ട്, ആ സമയം വളരെ നിർണായകമായിരുന്നു. എല്ലാ തീരുവയും അടിച്ചങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പം അമേരിക്ക ഫസ്റ്റ്, ഗ്രേറ്റ് അമേരിക്ക എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള രണ്ടാം ഘട്ടത്തിൽ ട്രംപ് വന്നപ്പം തീരുവ ഇങ്ങനെ തീർത്ത് കൊടുക്കുകയായിരുന്നു. അപ്പം നാറ്റോ സഖ്യത്തിലെ ആളുകൾക്കും നല്ല രീതിക്ക് തിരിവ് വെച്ച് കെട്ടിക്കൊടുത്തതിൻ്റെ ഫലം ഇപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കക്കാരായ ട്രംപിനോട് പറയുന്നു, നിങ്ങൾ ആ കാലത്ത് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു, അതിൻ്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല. ക്ഷീണങ്ങളൊക്കെ ഒന്ന് മാറട്ടെ. ആ തിരിവ് ഒന്ന് തിരിച്ചു വലിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അന്ന് അനുഭവിച്ച ക്ഷീണം ഇന്നും സമാധാനത്തോടുകൂടെ കൊണ്ടുപോകാൻ സാധിക്കാത്ത വിധത്തിൽ എക്കണോമി വളരെ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് എക്കണോമിക്ക് ഒന്ന് ശരിയാകുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ ട്രംപ് എന്ന് പറയുന്ന ഈ കളവനായ മനുഷ്യൻ്റെ എല്ലാ അത്തും വിത്തും ലോകത്തിന് മനസ്സിലാക്കി തുടങ്ങി. ഇനി ലോകം ട്രംപിൻ്റെ കൂടെ നിൽക്കില്ല, അമേരിക്ക എന്ന് പറയുന്ന ചതിയൻ്റെ കൂടെ നിൽക്കില്ല. പിന്നെ നെതന്യാഹുവിൻ്റെ കാര്യം പറയാനുള്ള, അയാൾ മണ്ണൂരിലെത്തിയെന്ന് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ബുദ്ധിയുള്ള ആളുകളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞാലൊക്കെ നമുക്ക് പറയാം അദ്ദേഹവും അവസാന യാത്രക്ക് ഇറാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആയത്തുള്ള ഖാംനയ്ക്ക് പകരമാക്കിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ തലക്കും വലിയ വില കൊടുക്കേണ്ടി വന്നു. കേവലം ഒരു മിസൈലിൻ്റെ വില കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. എന്താണെങ്കിലും ഹോർമുസ് കടലെടുക്കുക
കടലെടുക്കൽ ജയിക്കണമെന്ന് ആഗ്രഹിച്ച അമേരിക്കൻ ട്രംപിൻ്റെ ആ ഒരു വലിയ സ്വപ്നം മുളയിലെ നുള്ളിക്കളയുകയാണ് നാറ്റോ അല്ലെങ്കിൽ നാറ്റോ. നാറ്റം എന്ന് പറയുന്നത് അത്ര കണ്ട് സുഖമല്ല. നാറ്റോ സഖ്യം അങ്ങനെ തന്നെ കളഞ്ഞു. അവിടെയാണ് അങ്ങേയറ്റം വിഷമിച്ചിട്ടുണ്ടൊരു വർത്തമാനം. നിങ്ങൾക്ക് ഭാവി ഇരുണ്ട ലോകമായിരിക്കും. ഇയാളാണോ തീരുമാനിക്കുന്ന ലോകം ഇരുണ്ടതാകുക എന്നുള്ളത്? ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം കൊള്ളക്കാരുടെയും അതോടൊപ്പം തന്നെ പിടിച്ചുപറിക്കാരുടെയും ചരിത്രങ്ങളാണ്. അവിടെ ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാകുക. അവിടെ ഉണ്ടാക്കിയത് മുഴുവനും ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറയുന്ന ഏറ്റവും കിരാതമായിട്ടുള്ള മനുഷ്യൻ പോയിട്ട് അവിടെയുള്ള ആദിവാസികൾ മുഴുവൻ കൊന്നളഞ്ഞു. ചരിത്രമാണ് നമ്മളോട് പറയുന്നത്. ആ മനുഷ്യൻ്റെ പിൻതലമുറക്കാണ് അവിടെ ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ ട്രംപ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്താ ഉണ്ടായത്? അമേരിക്കയിൽ ന്യൂയോർക്ക് സിറ്റി പോലും പിടിച്ചടക്കാൻ പറ്റാത്ത, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മംദാനിയുടെ കൊടക്കീഴിലേക്ക് എല്ലാ ആളുകളും നിരന്നപ്പം ഇതൊന്നും പോരാ, അത് ശരിയല്ല എന്ന് പറയാൻ പോലും പറ്റാത്ത ട്രംപാണ് ലോക സമാധാനത്തിന് വേണ്ടി ഈ നാറ്റോ സഖ്യത്തെ വിളിച്ചിട്ട് ഈ ഹോർമുസ് കടലിൽ സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇറാൻ ഭരണകൂടം പറഞ്ഞു, നിങ്ങൾ ആരെ വേണമെങ്കിലും കൊണ്ടുവന്നോളൂ, ഞങ്ങൾക്കൊരു തീരുമാനമുണ്ട്, അത് സ്ഥാപിച്ചെടുക്കുക തന്നെ ചെയ്യും. പക്ഷെ ആലോചിക്കുന്നത് നന്നായിരിക്കും. മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്ക് ഇത് വഴിതെളിക്കപ്പെടുമോ ഇല്ലയോ എന്നത് അമേരിക്കയാണ് മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, പുതുതായി ഒന്നും നേടിയെടുക്കാനില്ല. മാത്രമല്ല ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ വളരെ വലിയ ടാസ്കുകൾ അച്ചീവ് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു മനസ്സുഖം ഇറാൻ ഭരണകൂടത്തിന് ഉണ്ട് എന്നുള്ളത് അവിടുത്തെ സ്പോക്മാൻമാർ പറയുമ്പോൾ നമ്മളതൊക്കെ അംഗീകരിച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തുണ്ടായത്? ട്രംപ് ഒറ്റപ്പെട്ടു. ഹോർമുസ് കടലിലേക്ക് ഇറാൻ്റെ കൈകളിൽ തന്നെ ഭദ്രമായി നിൽക്കുന്നു. ട്രംപിന് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും നികൃഷ്ടമായ പ്രസിഡന്റ് എന്നറിയപ്പെടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഹോർമുസ് കടലിലേക്ക് മറ്റ് നാറ്റോ രാജ്യങ്ങളോട് കെഞ്ചി പറഞ്ഞിട്ടും അവർ പട്ടാളത്തെയും സൈനിക വിന്യാസങ്ങളെയും നടത്താത്തതുകൊണ്ട്, അഥവാ നാവികസേനയെ അയക്കാത്തതുകൊണ്ട് തൽക്കാലം അത് നടക്കില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ എന്നൊരു ചങ്ങായി പറയുന്നുണ്ട്. അവിടുത്തെ മിലിറ്ററി ഒഫീഷ്യൽ അല്ലെങ്കിൽ നേതാവ് പറയാണ്, ഇറാനിലിപ്പം റെജീം ചേഞ്ച് അല്ല ആഗ്രഹിക്കുന്നത്, അവിടെയുള്ള അരക്ഷിതാവസ്ഥ കെടുത്തിക്കളഞ്ഞിട്ട് പുതിയ സംവിധാനത്തെയാണ് നമ്മൾ അവിടെ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ തലതൊട്ടപ്പനായിട്ടുള്ള ക്രൂരനായിട്ടുള്ള ഏറ്റവും വലിയ അഹങ്കാരത്തിനും കയ്യും കാലും മുളപ്പിച്ച നെതന്യാഹു ഇപ്പം ഈ അവസാന ഘട്ടത്തിൽ ചത്ത് മലന്നു എന്ന് പറയാൻ പറ്റുന്ന പാകത്തിൽ ആയിട്ടുണ്ട്. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുള്ള വീഡിയോ കണ്ട് ഊറ്റം കൊള്ളുന്നവരോട് ഇത് പറഞ്ഞാൽ തിരിയില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. അവരുടെ സഹതാപം മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും ട്രംപും ഇപ്പോൾ ആകെ പെട്ടുകിടക്കുകയാണ്. ട്രംപ് ട്രാപ്പിലായി, ഹോർമുസ് ഇറാൻ്റെ കൈകളിൽ തന്നെ ഭദ്രമായി. അതാണ് ഇപ്പോൾ ആകെ പറഞ്ഞു വെക്കാനുള്ളത്. കാത്തിരിക്കാം, പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ചൈനയുടെയും റഷ്യയുടെയും ഭാഗത്തു നിന്ന് നല്ല സമ്മതം നാറ്റോ സഖ്യത്തിന് കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് മറ്റ് പല ദിക്കുകളിൽ നിന്നുള്ള വാർത്തകൾ. കാരണം അതൊന്നും അവരെ ചൈനയും റഷ്യയും പേടിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ നാറ്റോ സഖ്യം വരാത്തത്. അമേരിക്ക എന്ന് പറയുന്നത് പല്ല് കൊഴിഞ്ഞു പോയ സിംഹമാണ്. ഇനി അതിൻ്റെ പിന്നാലെ പോയാൽ ഇന്നത്തെ GCC കൺട്രിയുടെ ഭാഗമായിട്ട് അവരനുഭവിക്കുന്ന അതേ തുലനം അല്ലെങ്കിൽ അതിൽ തീവ്രമായിട്ടുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളും അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്ക യൂറോപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാറ്റോ സഖ്യത്തിലായിട്ട് പോലും അമേരിക്ക വിളിച്ചിട്ട് പോകാത്തത്. കാത്തിരിക്കാം പുതിയ നല്ല വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നത് വരെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.